വിഷമിക്കാതെ കഴിക്കാൻ എടുക്കട്ടെ മോളെ? പിന്നെ മതി. ഇങ്ങനെ ഭക്ഷണം കഴിക്കാതിരുന്ന എങ്ങനെയാ? 3-4 കൂട്ടം മരുന്നുള്ളതല്ലേ ഒരു ദിവസം. ചേച്ചി കഴിച്ചോ, ഞാൻ വന്നേക്കാം. ഇങ്ങോട്ടുള്ള പെരുമാറ്റം എങ്ങനെയായാലും പോയത് സിദ്ധുവിന്റെ മമ്മിയാ. വല്ലാത്ത നഷ്ടബോധം തോന്നുന്നു. വിചാരിച്ചതിനൊക്കെ അപ്പുറം ഞാൻ അവനെ സ്നേഹിക്കുന്നെന്ന് ഇപ്പൊ തിരിച്ചറിയുന്നു. നമ്മൾ ആഗ്രഹിക്കുന്നതും വിചാരിക്കുന്നതും അല്ല മോനെ സംഭവിക്കുന്നത്. നിങ്ങളെ ഒരുമിപ്പിക്കണമെന്ന് എന്നേക്കാൾ ആഗ്രഹിച്ചത് മമ്മിയാ. എനിക്ക് ധൈര്യം പകർന്നു തന്നതും മമ്മിയാ. പപ്പയുടെ അസുഖത്തിന്റെ കാര്യം വരുമ്പോ ചിലപ്പോ സിദ്ധുവേട്ടൻ തളർന്നാലും നീ പതറാതെ നിക്കണമെന്ന എന്നോട് പറഞ്ഞത്. ഇന്നലെ വിളിച്ചിട്ട് ഫോൺ വെക്കാൻ നേരവും നീ ധൈര്യമായിട്ടിരിക്കണമെന്ന് എന്നോട് പറഞ്ഞത്. ഉറങ്ങാൻ പോവാന്ന് മമ്മി പറഞ്ഞപ്പോ ഇനി ഒരിക്കലും ഉണരാത്ത ഉറക്കമാണെന്ന് ഞാൻ ഓർത്തില്ല. എങ്ങനെ ആശ്വസിപ്പിക്കണമെന്ന് എനിക്കറിയില്ല സിദ്ധുവേട്ട. പതറാതെ നിൽക്കണമെന്ന് മമ്മി പറഞ്ഞേൽപ്പിച്ചതാ. ഞാൻ തളർന്നു പോവാ. ഒന്നുമില്ലാത്ത വീട് എനിക്കെങ്ങോട്ട് ആലോചിക്കാൻ പോലും പറ്റുന്നില്ല. ദൈവം ഓരോ അനുഭവങ്ങൾ തരുമ്പോ അത് സ്വീകരിക്കാനല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മോനെ? പപ്പയോട് ഇതുവരെ ഒന്നും സംസാരിക്കാൻ പറ്റിയില്ലല്ലോ. ഞാൻ ഹോസ്പിറ്റലിൽ പോകുമ്പോഴൊക്കെ നിർബന്ധിച്ച് മഞ്ജുവിന്റെ മെഡിക്കൽ ചെക്കപ്പ് നടത്താറുണ്ടായിരുന്നു. കഴിഞ്ഞ മാസവും കംപ്ലീറ്റ് ചെക്കപ്പ് നടത്തിയതാ. ഒരു കുഴപ്പമില്ലെന്ന് ഡോക്ടർ പറഞ്ഞു. എന്റെ ഓർമ്മയിലും വല്ലപ്പോഴും ഒരു തലവേദന വരുമായിരുന്നു ചേട്ടത്തിക്ക്. അതപ്പോഴേ അങ്ങ് മാറുകയും ചെയ്യും. ഒരു സയൻസിനും കണ്ടുപിടിക്കാൻ പറ്റാത്ത പല അസുഖങ്ങളും ഉണ്ട്. അതതിന്റെ സമയമാകുമ്പോ വന്നിരിക്കും. ഇന്നലെ നെഞ്ചുവേദനയോ മറ്റു അസ്വസ്ഥത വല്ലതും ഉണ്ടായിരുന്നോ മഞ്ജുവിന്? ഒന്നുമില്ലായിരുന്നു മമ്മ. സന്ധ്യക്ക് വിളക്ക് കൊളുത്തിയത് മമ്മിയാ. അന്നേരം ഒരു കുഴപ്പമില്ലായിരുന്നു. രാത്രിയിൽ ഞാൻ വെറുതെ കുറെ ദേഷ്യപ്പെട്ടു. പിന്നെ തോന്നി വേണ്ടായിരുന്നു. രാവിലെ പോയി ആശ്വസിപ്പിക്കാന്ന് വിചാരിച്ചു. പക്ഷെ അമ്മയോളം വരില്ല മറ്റാരും. അതൊരു നഷ്ടം തന്നെയാ. പക്ഷെ ശിവ, അതിലും വലിയ നഷ്ടമായിരിക്കും പപ്പ ഇതുപോലെ ഓർക്കപ്പുറത്തുനിന്ന് കണ്ണടച്ച. കിട്ടാനുള്ളത് പിന്നെ ആര് തരും?
വാഗ്ദാനങ്ങളല്ലേ ഉള്ളൂ നിലവിൽ. പപ്പ നേരത്തെ ബിൽപത്രം എഴുതി തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ആ വിൽപത്രത്തിലെ നിങ്ങൾക്ക് സൊണാലി ബംഗ്ലാവും ഈ ഇരിക്കുന്ന സ്ഥലവും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. പപ്പ വാക്കാ സമ്മതിച്ചിട്ടുള്ളൂ. ആ ആളങ്ങ് പോയാ പിന്നെ ആ വാക്ക് വായുവില് വരച്ച വര പോലെ ആവില്ലേ? വിൽപത്രപ്രകാരം സൊണാലി ബംഗ്ലാവ് തനിക്കാണ്, അത് കിട്ടിയേ തീരൂന്ന് സിദ്ധു വാദിച്ചാൽ എന്ത് ചെയ്യും? അങ്ങനെയല്ലെന്ന് തെളിയിക്കാൻ നിങ്ങളുടെ കയ്യിൽ വല്ല രേഖയുണ്ടോ? അതുകൊണ്ട് എത്രയും പെട്ടെന്ന് പപ്പയുടെ വാക്ക് രേഖയാവണം. രജിസ്ട്രേഷൻ നടക്കണം. പഴുത്തു പാകമായിരിക്കുന്ന മനുഷ്യനാ, അത് മറക്കണ്ട. ഇപ്പൊ എങ്ങനെ മമ്മ ഈ കാര്യം പപ്പയോട് സംസാരിക്കുന്നേ? മരണവീടല്ലേ ഇത്? സഞ്ജയനെങ്കിലും കഴിയാതെ ഇതെങ്ങനെ പപ്പയോട് പറയാ? ഞാൻ സംസാരിച്ചോളാം, എനിക്ക് മടിയൊന്നുമില്ല. ഇപ്പൊ വേണ്ട മമ്മ, പിന്നെ എപ്പോഴാ? ഞാൻ സംസാരിച്ചോളാം പപ്പയുടെ അടുത്ത്. മമ്മയുടെ സഞ്ജയനം ഒന്ന് കഴിഞ്ഞോട്ടെ. നമുക്കായി പറഞ്ഞു വെച്ചിരിക്കുന്ന സ്വത്തും അതിനപ്പുറം ഞാൻ വാങ്ങിച്ചെടുത്തോളാം. മമ്മിക്കും പപ്പയ്ക്കും താമസിക്കാൻ വേണ്ടി ബൈപ്പാസിൽ ഒരു വീട് പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം മമ്മിയില്ലല്ലോ, പിന്നെന്തിനാ ആ വീട്? 5-6 മുറികളുള്ള 2 നിലയുള്ള വീടാ. അത് നമ്മുടെ പേരിലാക്കണം. ആവണം. അത് ഞാൻ വാങ്ങിച്ചെടുക്കും. പൂജ, മമ്മി എന്നെ ഇട്ടേച്ച് പോയില്ലേ സിദ്ധുവേട്ടാ? മോളെ വിഷമിക്കണ്ട. പൂജ മോളെ മതി കരഞ്ഞത്. സാധാരണ ഉറങ്ങുന്നതിന് മുമ്പ് എന്റെ അടുത്ത് വരുന്നതാ മമ്മി. ഇന്നലെ അത് ഉണ്ടായില്ല. അത്താഴം കഴിച്ചപ്പോ മമ്മിയെ കണ്ടത്. രാവിലെ നേരത്തെ എഴുന്നേക്കാന്ന് പറഞ്ഞതാ മമ്മി, അമ്പലത്തിലേക്ക് പോവാൻ. അതാ അവസാനായിട്ട് മമ്മി പറഞ്ഞത്. പിന്നെ രാവിലെ കാണുന്നത്. പൂജ കരയല്ലേ? എനിക്ക് ആരുമില്ലാതായത്. എന്നെ അനാഥയാക്കിയിട്ട് എന്റെ മമ്മി പോയി. അപ്പൊ ഞാനോ? പപ്പയോ? അതുപോലെയാണ് എന്റെ കാര്യം. അച്ഛൻ മരിച്ച പിന്നെ കഷ്ടപ്പാട് മാത്രമായിരുന്നു വീട്ടില്. അമ്മയും പോയതോടെ പെട്ടെന്ന് ഇരുട്ട് തകപ്പെട്ട പോലെയായിരുന്നു. അങ്ങനെ വഴിമുട്ടി നിന്നപ്പോഴാ ഇവിടുന്ന് മമ്മി വന്നത്. കുറച്ച് പൈസ എന്റെ കൈ വെച്ച് തന്നിട്ട് പോകാനായിരിക്കുന്ന വിചാരിച്ചത്. പക്ഷെ എന്നെ അവിടുന്ന് വിളിച്ചോണ്ട് കൊണ്ടുവരായിരുന്നു. അന്ന് ഞാൻ ആദ്യമായിട്ട് ദൈവത്തെ കാണുന്നത് മമ്മിയുടെ രൂപത്തില്. ആ ദൈവം ഇപ്പൊ ഒരു വാക്ക് പോലും പറയാതെ. യഥാർത്ഥത്തിൽ നമ്മളിപ്പോ തുല്യ ദുഃഖിതരാ. പപ്പയുണ്ടെങ്കിലും മമ്മിയായിരുന്നു എനിക്കല്ല. ആ സാരത്തുമ്പ് വിട്ട് എനിക്കൊരു ലോകം ഉണ്ടായിരുന്നില്ല എന്റെ കുട്ടിക്കാലത്ത്. എന്നെ മറ്റുള്ളവർ കളിയാക്കുമായിരുന്നു. സിദ്ധു മമ്മിയുടെ മോനല്ല മോളാണെന്നൊക്കെ പറഞ്ഞു. പൂജ എന്റെ മമ്മി അത്രയ്ക്ക് ഓമനിച്ചാ വളർത്തിയത്. എന്റെ പേരിൽ അവൻ പറഞ്ഞ ആരോപണങ്ങൾ, അതിന്റെ പിന്നിലെ വാസ്തവം എന്താണെന്ന് മറ്റാരെക്കാളും എന്റെ ആമയ്ക്കറിയാം. വേറൊരാളെയും ബോധ്യപ്പെടുത്തേണ്ട കാര്യം അപ്പോനില്ല. ഞാനേ ഒരു തീരുമാനം എടുക്കുക. മുമ്പ് പറഞ്ഞതുപോലെയോ ചെയ്തതുപോലെയൊന്നും അല്ല. പെട്ടെന്നുള്ള വികാര പ്രകടനമല്ല. ആമ എന്നോട് ക്ഷമിക്കണം. കൽത്തോട്ടത്തിൽ നിന്ന്
ഞാനൊന്ന് മാറി നിൽക്കുന്നതാ അമ്മി നല്ലത്. മാറി നിൽക്കുവാന്ന് വെച്ചാ അവള് പോവാന്ന്, അല്ലാതെ എന്തുവാ? സോമാനസാലയുള്ളൊരു തീരുമാനമല്ലേ, നമ്മളെന്ത് പറയാനാ? അങ്ങനെ അങ്ങ് നിസ്സാരമായിട്ട് പറഞ്ഞു നിർത്താതെ മധു. അപ്പു എങ്ങും പോകുന്നില്ല, ഞാൻ സമ്മതിക്കില്ല. മോള് മുറിയിലേക്ക് ചെല്ല്, ഞാൻ പറയുന്നത് കേക്ക്. ആമി എന്നോട് ക്ഷമിക്കണം. ഇക്കാര്യത്തിൽ എനിക്ക് ആമയെ അനുസരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഞാനിപ്പോ ഒന്നും കൊണ്ടുപോകുന്നില്ല. തങ്ങനൊരിടം കണ്ടെത്തിയിട്ട് വരാം. സ്കൂട്ടർ മാത്രം ഞാൻ എടുക്കുക. അപ്പോ റിയ, വണ്ടിയുടെ കീ എനിക്ക് താ. ഇല്ല, തരില്ല. എന്റെ ശമ്പളത്തിൽ നിന്ന് EMI അടച്ച് ഞാൻ വാങ്ങിയ സ്കൂട്ടർ അത്. എന്റെ സ്വന്തം അത്. കീങ്ങി തന്നെ. തരില്ല. എന്റെ വണ്ടി ഞാൻ എടുക്കുന്നതിന് റിയക്ക് എന്താ പ്രോബ്ലം? ശരി, സ്കൂട്ടറും വേണ്ട, കാലുണ്ടല്ലോ, ഞാൻ നടന്നു പോയിക്കോളാം. സ്കൂട്ടർ കൊണ്ടുപോകുന്നതല്ല എന്റെ പ്രശ്നം. അപർണ ഇവിടുന്ന് പോകുന്നതാ. പോവണ്ട, അതിന്റെ കാര്യമില്ല. റിയ എന്നെ കളിയാക്കുവാണോ? അല്ല, കാര്യായിട്ടാ. നിനക്ക് കോമൺ സെൻസ് ഉണ്ടോ ബാലു? വിവരമുണ്ടോ? നീ സൊണാലിയിലെ സേതുപതിയേക്കാൾ ബോറനാണോ? നമ്മുടെ സമയദോഷം കൊണ്ടേ നമ്മൾ ഓരോ ട്രാപ്പുകളിൽ ചെന്ന് ചാടും. വിവാഹം ഉറപ്പിച്ച പെണ്ണിന്റെ മേല് അതിന് പഴി ചാരുന്നതേ ഒരു തരം ഒളിച്ചോട്ടാ. നീ ഈ ആമയുടെ രക്തബന്ധത്തെക്കാൾ വലിയ ചില ബന്ധങ്ങളുണ്ട് ഈ ലോകത്ത്. അതാണ് ആമിക്ക് അപ്പുവിനോടുള്ളത്. ആ അപ്പുവിനോട് നീ എന്തൊക്കെയാ പറഞ്ഞത്? ആമിയോടുള്ള സെന്റിമെന്റ്സിന്റെ കഥ പറഞ്ഞ് നീ എന്റെ മുന്നിൽ കരയാറുണ്ടല്ലോ. എന്നിട്ടിപ്പോ ആ അമ്മയുടെ നെഞ്ചിക്കൊള്ളുന്ന കാര്യങ്ങളല്ലേ നീ പറഞ്ഞതൊക്കെ? നീ അപ്പുവിനോട് പറഞ്ഞ ഓരോ വാക്കും ചെന്ന് തറച്ചതേ ആ ആമിയുടെ ഹൃദയത്തിലാ. ഇവളുടെ മുഖം വാടിയല്ലേ കണ്ണു നിറയുന്നത് ഈ അമ്മയ്ക്കാ. നീ പറഞ്ഞു വരുന്നത് എന്താ? അപ്പു എവിടേക്കും പോകുന്നില്ലെന്ന്. നിനക്കെന്താ ഇതിനകത്ത് കാര്യം? ഞാൻ നിന്റെ ഭാര്യ, അത് തന്നെ കാര്യം. ആമി, അപ്പു എവിടേക്കും പോകുന്നില്ല. പോകാൻ പറ്റില്ല അവൾക്ക്. പോയാല് ആമിക്കത് താങ്ങാനാവില്ലെന്ന് ചിന്തിക്കാതെ അവൾ ഓരോന്ന് വിളിച്ചു പറഞ്ഞത്. അവൾ അറിയാതെ ഓരോന്ന് പറഞ്ഞതാ. അവള് പറഞ്ഞത് ഞാനായിട്ട് തിരുത്തുക. ഇത് ആമി വെച്ചാ മതി. തൽക്കാലം ഇത് അപ്പൂന് കൊടുക്കണ്ട. റിയാലിറ്റിയിലാ ഞാൻ ജീവിക്കുന്നത്. മഞ്ജു പോയി, ഇനി ആളെന്റെ ജീവിതത്തിലില്ല. അതാണ് ഫാക്ട്. അതിന്റെ പേരിൽ ഞാൻ പട്ടിണി കിടന്ന, അല്ലെങ്കിൽ മരുന്ന് കഴിക്കാതിരുന്ന സംഭവിക്കുന്നത് എന്താ? നാളെ ഞാനും ഹോസ്പിറ്റലിലാവും. ബുദ്ധിമുട്ടുന്നത് ഇവരൊക്കെ തന്നെയാ. മരുന്നുകളുടെ സമയവും ഡോസേജും ഒക്കെ മഞ്ജുവിന് അറിയാമായിരുന്നു.
അതെല്ലാം ഒരു പേപ്പറിൽ എഴുതി പൂജമോളെ ഏൽപ്പിച്ചാൽ മതി. അവള് കൃത്യമായിട്ട് എടുത്തു തരും. പപ്പ മരുന്ന് കഴിച്ചില്ലെങ്കിൽ ആ നിമിഷം ഞാൻ ഡോക്ടറെ വിളിക്കും. കഴിക്കാതിരിക്കാൻ എന്താ? കുറെ കടമകൾ ബാക്കി വെച്ചിട്ടാ മഞ്ജു പോയത്. ഞാൻ അതെല്ലാം ചെയ്തു തീർക്കാൻ ബാധ്യസ്ഥ. സങ്കടമുണ്ട്, പക്ഷേ കരഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റുമോ? ജീവിതമല്ലേ. അപ്പൊ ഡോക്ടർ വരുമ്പോ ചായ ഇട്ട് തരാറുണ്ടായിരുന്നു. ഇതിപ്പോ വന്നിട്ട് ഇത്രയും സമയമായി. ചായ ഇട്ട് തരേണ്ട ആള് പറ്റിച്ചു പോയി. സേതു ചേട്ടായി, അപ്പോ ഞാൻ എന്താ ചെയ്യുന്നേ? സിദ്ധുവേട്ടനെ ആശ്വസിപ്പിക്കാൻ വിളിച്ചിട്ട് എന്തൊക്കെ ഞാനീ പറയുന്നേ? സാരമില്ല. വിഷമമുള്ളതാണെങ്കിലും മമ്മിയെക്കുറിച്ച് പറയുന്ന കേൾക്കുമ്പോ മനസ്സിനുള്ളിലൊരു സന്തോഷമോ. എടോ, പപ്പയുടെ നിന്നോടുള്ള പെരുമാറ്റത്തിൽ എനിക്ക് നല്ല വിഷമമുണ്ട്. പപ്പ രാത്രിയിൽ മമ്മിയായിട്ട് വഴക്കിട്ടത് സിദ്ധുവേട്ടനോട് പറയണ്ടേ? വേണ്ട. അപ്പോ ആ പപ്പയ്ക്ക് കുറെ നാളായി എന്നോട് ദേഷ്യമാണല്ലോ. മമ്മയുടെ മരണം ഏൽപ്പിച്ച ഷോക്കില് അത്രയും റഫായിട്ട് എന്നോട് സംസാരിച്ചത്. എന്നാലും എനിക്ക് വിഷമമുണ്ട്. പപ്പയ്ക്ക് മാറ്റം ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കാം നമുക്ക്. ആ സിദ്ധുവേട്ടനാ, ആമി ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. ഒന്ന് ഫോൺ കൊടുക്ക്. മോനെ, അമ്മി പിന്നെ അങ്ങോട്ടൊന്നും വിളിക്കാൻ കഴിഞ്ഞില്ല. അയ്യോ അതിനെന്താ? അവിടുത്തെ അന്തരീക്ഷം എങ്ങനെ? പപ്പയെ നന്നായി നോക്കിക്കോണേ. മരുന്നൊക്കെ സമയത്തിന് നിർബന്ധിച്ചു കൊടുക്കണം. വലിയ ഷാഡ്യം എടുത്ത് കഴിക്കില്ല എന്നൊക്കെ പറഞ്ഞാ അപ്പൊ ഡോക്ടറെ വിളിക്കണം. ബാക്കി ഡോക്ടർ നോക്കിയോളൂ. അമ്മി, എന്താ മോനെ? അമ്മി എന്റെ മമ്മി പറയുന്ന പോലെ എന്നോട് ഇപ്പൊ അമ്മി സംസാരിച്ചത്. എന്റെ പപ്പ മരുന്ന് കഴിക്കായിരുന്ന മമ്മി പറയുമായിരുന്നു ഡോക്ടറെ വിളിക്കാൻ. ഇപ്പൊ ആമി അതുപോലെ തന്നെ. മോനെ, ആമി എന്താ കരയുവാ? സിദ്ധുവേട്ടാ, അപ്പൊ എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല. ഞാൻ നാളെ വിളിക്കാം. ദേ, പൂജമോളെ വിഷമിപ്പിക്കരുത്. സിദ്ധു ഉണ്ടെങ്കിലും പപ്പ അവളുടെ കാര്യങ്ങൾ നോക്കണം. ഒറ്റപ്പെട്ടു എന്നുള്ളൊരു തോന്നല് അവൾക്കുണ്ടാകരുത്. ഒരാവശ്യം കൂടി ഞാൻ പറയാ. സിദ്ധുവിന്റെ വിവാഹം ആ കുട്ടികൾ എത്ര ആഗ്രഹിച്ചതാ. സിദ്ധുവിനെയും അപ്പൂനെയും പപ്പ മുൻകൈ എടുത്ത് ഒന്നിപ്പിക്കണം. അവരുടെ കല്യാണം നടത്തി കൊടുക്കണം. എങ്കിലേ എനിക്ക് സ്വസ്ഥത കിട്ടുകയുള്ളൂ. മരുന്നിങ്ങനെ എടുത്ത് വെച്ചാ പോരാ, കഴിക്കണം. ഞാൻ എടുത്തു തരാം. അമ്മ അറിയാതെയാണോ ഇറങ്ങി വന്ന്? പറഞ്ഞിട്ടാ വന്നത്. എന്തിനാ പുറത്തു വെച്ച് കാണുന്നതെന്ന് ചോദിച്ചു. പിന്നെ ആമി തന്നെ പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരും മാത്രമായി സംസാരിക്കുന്നതാ നല്ലതെന്ന്. അമ്മമാരെ പോലെ മക്കളെ മനസ്സിലാക്കാൻ മറ്റാർക്കും കഴിയില്ല. പക്ഷേ ഇനി എൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ, ശാസിക്കാനും ശിക്ഷിക്കാനും ഒന്നും എൻ്റെ മമ്മിയില്ല. സിദ്ധുവേട്ടാ, വിളക്കണഞ്ഞു പോയാലും അതിൻ്റെ വെളിച്ചം ബാക്കി നിൽക്കുമെന്ന് എവിടെയോ വായിച്ചിട്ടുണ്ട്. മമ്മിയെക്കുറിച്ചുള്ള ഓർമ്മകളാണ് ഇന്ന് ഞങ്ങളുടെ വീട്ടിലാകെയുള്ള വെളിച്ചം. എടോ, മുറികളിലെല്ലാം പുക നിറഞ്ഞു നിൽക്കുന്ന പോലെ സൊനാലി ബംഗ്ലാവ്. ആർക്കും ആരോടും ഒന്നും പറയാനില്ല. മമ്മി ഞങ്ങൾ എത്രമാത്രം സ്വാധീനിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോഴും ഞങ്ങൾക്ക് മനസ്സിലാവുന്നു.
അവിടെയുള്ളവർക്ക് മാത്രമല്ല, കണ്ട് സംസാരിക്കുന്ന എല്ലാവർക്കും മമ്മിയിൽ നിന്നൊരു പോസിറ്റീവ് എനർജി കിട്ടുമായിരുന്നു. സൊണാലി ബംഗ്ലാവിലേക്ക് വിളിപ്പിച്ച് എന്നെ കൊണ്ട് മമ്മി ഫ്രൂട്ട് കസ്റ്റാർഡ് ഉണ്ടാക്കിച്ചത് സുധേട്ടന് ഓർക്കുന്നില്ലേ? പിന്നൊരു ദിവസം ആരും കേൾക്കാതെ എന്റെ ചെവിയിൽ സ്വകാര്യമായി പറഞ്ഞൊരു കാര്യമുണ്ട്, നീ ഈ വീട്ടിൽ ഒരു ദിവസം എന്റെ മരുമകളായി കയറി വരുമെന്ന്. ആമിയുമായും വലിയ കമ്പനിയായിരുന്നു. എൻ്റെ ഉള്ളിൽ നിന്നോടുള്ള ഇഷ്ടം കടന്നുകൂടിയത് മമ്മി നേരത്തെ കണ്ടുപിടിച്ചു. ചോദിച്ചപ്പോഴൊന്നും ഞാൻ പിടികൊടുത്തില്ല. നമ്മൾ MDയും സ്റ്റാഫുമാണെന്ന് ആവർത്തിച്ചു പറഞ്ഞു. പക്ഷെ മമ്മി വിട്ടില്ല. ഒടുവിൽ എനിക്ക് സമ്മതിക്കേണ്ടി വന്നു. ഉള്ളിലെ ഇഷ്ടം പുറമേ കാണിക്കാതെ ആരാദ്യം പറയുന്നൊരു തർക്കം നമ്മൾക്കിടയിൽ ഉണ്ടായിരുന്നല്ലോ. ആദ്യം ഞാൻ പ്രണയം പറയണമെന്ന് മമ്മി ഒരുപാട് നിർബന്ധിച്ചിട്ടുണ്ട്. അങ്ങനെ എത്രയോ കാര്യങ്ങൾ തിരകൾ പോലെ ഓരോന്നായിട്ട് ഓർമ്മകൾ കടന്നു വരിക. മമ്മി പോയതോടെ വല്ലാത്തൊരു ശൂന്യതയ ജീവിതത്തിന്. എനിക്കെൻ്റെ വീട്ടിൽ നിൽക്കാൻ തോന്നുന്നില്ല. എങ്ങോട്ട് തിരിഞ്ഞാലും മമ്മിയെ മനസ്സിൽ. മിണ്ടാനും പറയാനൊക്കെ സുജാത കുഞ്ഞമ്മയില്ലേ, പിന്നെ പൂജമോളും ഉണ്ടല്ലോ. ശരിയാ, മിണ്ടാനും പറയാനൊക്കെ അവരുണ്ട്. പക്ഷെ മനസ്സ് തുറന്നൊന്ന് സംസാരിക്കാൻ വീട്ടിലാരുമില്ല. TS എന്നാ പപ്പ നമ്പർ സേവ് ചെയ്തിരിക്കുന്നത്, ഞാൻ എടുക്കണോ? വേണ്ട. എന്താ ഹലോ, തനുശ്രീയാണ്. ആ നല്ല ആളാ. ഞാൻ ഇവിടെ ഉണ്ടോ ഇല്ലയോന്ന് പോലും അന്വേഷിക്കുന്നില്ല. ഇവിടുത്തെ സംഭവങ്ങളൊക്കെ അറിഞ്ഞില്ലേ? അറിഞ്ഞു. ഞാനവിടെ വന്നിരുന്നല്ലോ. എപ്പോ? മമ്മി മരിച്ച ദിവസം. അധിക നേരം അവിടെ നിന്നില്ല. നിൽക്കാൻ സമ്മതിച്ചില്ല. വേഗം സ്ഥലം വിട്ടോളാൻ പറഞ്ഞു സുജാത കുഞ്ഞമ്മ. മറ്റാരും കണ്ടില്ലേ നിന്നെ? ഇല്ല. കാണുന്നതിന് മുന്നേ പുള്ളിക്കാരി എന്നെ പാക്ക് ചെയ്തു. മരണവീടായതുകൊണ്ടാ ഞാൻ അവരെ അനുസരിച്ചത്. എനിവേ, എന്റെ ഹാർട്ട് ഫെൽറ്റ് കണ്ടോളൻസ്. പപ്പയുടെ വിഷമം എനിക്ക് മനസ്സിലാവും. മമ്മിയുമായിട്ടുള്ള ബന്ധത്തിന്റെ ഡെപ്ത് സിദ്ധു എന്നോട് പണ്ടേ പറയാറുണ്ട്. അനുശോചനം അറിയിക്കാൻ വന്നവരൊക്കെ അന്ന് തന്നെ സ്ഥലം വിട്ടില്ലേ? വീട്ടിലുള്ളവരും അവരവരുടേതായ ഡെയിലി റൂട്ടീനിലേക്ക് തിരിച്ചു പോയിട്ടുണ്ടാവും. എന്നാ പപ്പയോ വല്ലാത്ത ഒറ്റപ്പെടൽ അനുഭവിക്കുന്നുണ്ടാവും. ഫുഡ്, മരുന്ന് എല്ലാം കൃത്യസമയത്ത് കഴിക്കണം. പിന്നെ എപ്പോഴും ഒരു ശ്രദ്ധ വേണം. ഹോം നേഴ്സിന് വെച്ചിട്ടുണ്ടോ? എന്തിന്? ആരുമില്ല. അങ്ങനെ ആലോചിക്കുന്നുണ്ടെങ്കിലും വേണ്ട. ഞാൻ അങ്ങോട്ട് വരാന്ന് വിചാരിക്കാം. സൊനാലി ബംഗ്ലാവിലേക്ക് താമസിക്കാൻ വരുവാണ് ഞാൻ. വേണ്ട വേണ്ട. വേണം പപ്പ. ഇപ്പോഴാണ് അതിന് പറ്റിയ സമയം. പപ്പ റിസ്ക് എടുക്കണ്ട. ഞാൻ വന്നങ്ങ് കൂടിക്കോളാം. ഇപ്പൊ വേണ്ടെന്ന് പറഞ്ഞല്ലോ. ശരി ശരി, ഞാൻ പിന്നെ വിളിക്കാം.